സുഹൃത്തുരെ, അങ്ങനെ നമ്മൾ മറ്റൊരു പോരാട്ടത്തിനായിട്ട് അങ്ങ് ഫത്തോഡയിലേക്ക് കയറുകയാണ്. ഇതുവരെയായിട്ട് വിജയിക്കാൻ പറ്റാത്ത ഫത്തോഡയിലേക്ക്. ഈ വീഡിയോയിൽ ഞാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, ഒരുപാട് പ്രതീക്ഷകൾ തരുന്നില്ല, അല്ലെങ്കിൽ സാധ്യതകളൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് അനക്കി പോവുക എന്നുള്ളതാണ്. കാരണം അതിനുള്ള കോൺഫിഡൻസ് എനിക്കില്ല. നമ്മളെ ടീം തോൽക്കോ ജയിക്കോ എന്നുള്ളതൊന്നും അറിയില്ല. പ്രത്യേകിച്ച് ഫത്തോഡയാണ്. അവിടെ ഇനി എന്താവും സ്ഥിതി എന്നുള്ളത് തമ്പുരാൻ അറിയാമെന്ന് പറയുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും FC ഗോവ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് പോരാട്ടം തീർച്ചയായും ഏതൊരു ആരാധകരും കണ്ടിരിക്കേണ്ട ഒരു പോരാട്ടമാണ്. കാരണം സീസണിലെ അവസാനത്തെ പോരാട്ടം എന്ന് ഉറപ്പിക്കേണ്ട പോരാട്ടം തന്നെയാണ്. കഴിഞ്ഞ മത്സരം മോഹൻ ബഗാനെതിരെ പരാജയപ്പെട്ടപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇനി ഈ സീസണിൽ പ്രതീക്ഷയില്ല എന്നുള്ളത്. അതൊരു സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി വലിയ രീതിയിലുള്ള പ്രതീക്ഷ ഒന്നും വെക്കണ്ട. പക്ഷേ നമ്മുടെ ബാക്കിയുള്ള ടീമുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 4, 5, 6 സ്ഥാനക്കാരെ സംബന്ധിച്ചിടത്തോളം പല ടീമുകളും പരാജയപ്പെട്ടു പോവുകയാണ്. ചില ടീമുകൾ സമനിലയായി പോവുകയാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC, മുംബൈ സിറ്റി FC, ഒഡീഷ FC ഇവരെ പോരാട്ടം എന്തോ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വഴിയൊരുക്കുന്നത് പോലെയാണ് എനിക്കിപ്പോൾ ഈ കളിയൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു 4ാം സ്ഥാനവും 5ാം സ്ഥാനവും 6ാം സ്ഥാനത്തിനും വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം തന്നെ ഈ ഒരു സീസണിൽ ISL നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പോരാത്തതിന് ബാക്കിയുള്ള ടീമുകളിലൊക്കെ 21 മത്സരം പൂർത്തിയാക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് 20 മത്സരമേ പൂർത്തിയാക്കിയിട്ടുള്ളൂ. ഈ ഒരു മത്സരം കൂട്ടിയിട്ടായിരിക്കും അവരുടെ 21ാമത്തെ മത്സരം ആവുന്നത്. അപ്പോൾ ഇനിയും 4 മത്സരങ്ങൾ വിജയിച്ച് കഴിഞ്ഞാൽ ഒരു 36 പോയിൻറ്റോട് കൂടിയിട്ട് ഈ ഒരു സീസൺ അവസാനിപ്പിക്കാം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ 4ാം സ്ഥാനത്ത് കിടക്കുന്ന ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCക്ക് 32 പോയിൻ്റേ ഉള്ളൂ. അടുത്ത എല്ലാ മത്സരങ്ങളിലും, അതായത് അവർക്കുള്ള 3 മത്സരങ്ങളിൽ അവർ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. നമ്മൾ വിജയിക്കണം കേട്ടോ. നമ്മൾ ആർക്കോ വേണ്ടി കളിക്കുന്ന പോലെയാണ് ബാക്കിയുള്ള ടീമുകളൊക്കെ നമുക്ക് വേണ്ടി കളിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ചാൻസുകളും പ്രതീക്ഷകളൊക്കെ അവിടെ നിൽക്കട്ടെ. അടുത്ത മത്സരത്തിലേക്ക് വരാം. ഇപ്പോൾ FC ഗോവയെ സംബന്ധിച്ചിടത്തോളം ആദ്യ പാദത്തിൽ 1 ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇവിടെ കൊച്ചിയിൽ നമ്മുടെ തട്ടകത്തിൽ വന്ന് പരാജയപ്പെടുത്തിയിട്ടാണ് അവർ ഫത്തോഡയിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നത്. വലിയ പ്രതീക്ഷകളൊന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ വെക്കുന്നില്ല. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ISL മൊത്തം ഒരു 11 വർഷമാണെങ്കിൽ 11 വർഷം ഇതുവരെയായിട്ട് വിജയിക്കാൻ പറ്റാത്ത ഒരു സ്ഥലം എന്ന് പറയുന്നത് ഫത്തോഡ എന്ന് പറയുന്ന ആ ഒരു സ്ഥലമാണ്. ആ വേദിയിലേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇത്തവണ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ വിജയിക്കോ ഇല്ലേ എന്നുള്ളത് ഒരു ഡൗട്ടായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ FC ഗോവയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ആവുന്നത് അവിടെ മുന്നേറ്റ നിരയോ മിഡ്ഫീൽഡ് നിരയോ ഒന്നുമല്ല. സോ നമുക്ക് അവരുടെ ഡിഫൻസ് നിരയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാവാൻ പോകുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും നല്ല ഡിഫൻസ് ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു മറുപടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മോഹൻ ബഗാൻ്റെ ഡിഫൻസ് എന്നല്ല പറയല്. FC ഗോവയുടെ ഇന്ത്യൻ ഡിഫൻഡറായിട്ടുള്ള സന്ദേശ് സിംഗനും വിദേശ ഡിഫൻഡറായിട്ടുള്ള ഒഡേയന്തയും കൂട്ടിക്കെട്ടുന്ന ആ ഒരു ഡിഫൻസ് നിരയാണ് എന്നാവും ഞാൻ പറയല്. കാരണം അത്രക്കും ഓരോ ടീമുകളും കിടന്ന് പരിശ്രമിക്കുന്നുണ്ട് ആ പൂട്ടൊന്ന് പൊട്ടിച്ച് ആ ഗോൾ പോസ്റ്റിൻ്റെ ഉള്ളിലേക്ക് ഗോളൊന്ന് കടത്തിവിടാൻ. സോ അങ്ങനെ വല്ലാതെ ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നെയ്തെടുത്തിട്ടുള്ള ഒരു ഡിഫൻസ് നിര ഭേദിച്ചു പോവുക എന്ന് പറയുന്നത് പെപ്രയും ഡീസസിനെയും സംബന്ധിച്ചിടത്തോളം വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിങ്ങുകളിലൂടെയും അവരുടെ അറ്റാക്കിങ്. നമുക്കറിയാം ബോറിസ് സിംഗ് കഴിഞ്ഞ പ്രാവശ്യം നോഹയെ വെച്ച് പൂട്ടിയ പൂട്ടൽ അത് എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടതാണ്. ടാക്ടിക്സുകൾക്കും അതുപോലെ തന്നെ ഗെയിമിംഗ് പ്ലാനുകൾക്കൊക്കെ മാറ്റങ്ങൾ അത്യാവശ്യമായിട്ടുള്ള ഒരു മത്സരം കൂടെയാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. FC ഗോവയുടെ മധ്യനിരയിലേക്ക് വരുമ്പോൾ അവിടെ കാൾ മക്യു നയിക്കുന്ന ഒരു മധ്യനിരയാണ് ഉള്ളത്. വൺ ഓഫ് ദ ടോപ്പ് മധ്യനിരകളിൽ ഒന്ന് തന്നെയാണ്, അല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും ഡേഞ്ചറസ് ആയി മാറുന്നത് അവരുടെ ഡിഫൻസ് നിര തന്നെയാണ്. പിന്നെ അർമാൻഡോ സാദിക്കു, ഇഗർ ടെക്സ്റ്റേൻ എന്ന് പറയുന്ന ഈ 2 താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അർമാൻഡോ സാദിക്കു ഇപ്പോൾ 9-10 ഗോളുകൾ നേടിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം വലിയ രീതിക്കുള്ള ഫോമിങ് ഇതുവരെയായിട്ട് ഓരോ മത്സരങ്ങളിലും കാണിച്ചിട്ടില്ല. ഇഗോർ ടെക്സ്റ്റേൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ മത്സരത്തിലും അദ്ദേഹത്തിൻ്റെ ആ പഴയ ഫോം തിരഞ്ഞെടുത്ത് വരുന്നുണ്ട്. സോ അതൊക്കെ ഡേഞ്ചർ ആവുന്ന ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവരുടെ യുവതാരമായിട്ടുള്ള ഇന്ത്യൻ താരം ബ്രിഡ്സൺ ഫെർണാണ്ടസ്. സോ ഇത്തവണ ഒരു എമർജൻറ്റിക് പ്ലെയർ എന്ന് പറയുന്ന ആ പദവിയിലേക്ക് എത്താൻ പോകുന്നത് ഈ താരമായിരിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. ഇപ്പോൾ തന്നെ 6 ഗോളുകൾ നേടി, 2-3 അസിസ്റ്റുകൾ നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ താരമാണെന്ന് ഓർക്കണം. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനവും കേരള ബ്ലാസ്റ്റേഴ്സിന് തലവേദന സൃഷ്ടിക്കും. പ്രത്യേകിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് നിരയിൽ ഇപ്പോൾ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെക്കുന്നത് നമ്മുടെ നവോച്ച സിംഗും അതുപോലെ തന്നെ ഹോർമി പാമുമാണ്. ഹോർമി പാമ അടുത്ത മത്സരത്തിന് ഇല്ല എന്നുള്ളൊരു വാർത്ത നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും. യെല്ലോ കാർഡ് മൂലം സസ്പെൻഷനാണ് എന്നുള്ളതാണ്.
മിലോസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വിദേശ ഡിഫൻഡറായിട്ടൊന്നും കണക്ക് കൂട്ടാനായിട്ട് പറ്റൂല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു നിരയിൽ ഓർമ്മിപ്പാം ഇല്ലെങ്കിൽ നമുക്ക് തലവേദന തന്നെയാണ്. ഈ വികാസ് ശിംനം അടുത്ത മത്സരത്തിൽ ഇറങ്ങോ ഇല്ലേ എന്നുള്ളതൊക്കെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ ഹാഫിൽ തന്നെ നോഹയായിട്ട് കളിപ്പിക്കുന്ന ആ ഒരു കളിശൈലി കൊണ്ടുവരാനായിട്ട് സാധ്യതയില്ല. അദ്ദേഹം അവൈലബിൾ ആണോ എന്നുള്ളത് പോലും ഡൗട്ടാണ്. പഴയ ഇന്ത്യൻ വിങ്ങേഴ്സും അതുപോലെ തന്നെ ഫോറിൻ സ്ട്രൈക്കേഴ്സും തുടങ്ങിയിട്ടുള്ള ജീസസും പെപ്രയും തമ്മിലുള്ള ആ ഒരു സ്ട്രൈക്കിംഗ് പൊസിഷനുമായിട്ട് മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ FC ഗോവയുടെ ആ ഒരു ഡിഫൻസ് തകർക്കാൻ നമുക്ക് സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഗോൾ കീപ്പിംഗ് പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ കമൽജിത്തിനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എന്തായാലും നിങ്ങളുടെ തോട്ടും കാര്യങ്ങളും സ്കോറും സ്കോഡും എല്ലാം അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുണ്ടാകും. അതുവരേക്കും ബൈ.